കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. അമിത്ഷാ മൃതദേഹങ്ങളിൽ കശ്മീരിൽ ആദരാഞ്ജലി അർപ്പിച്ചു. അതേസമയം ശ്രീനഗറിൽ നിന്ന് കൂടുതൽ വിമാന സർവീസുകൾ നടത്തും. അധിക നിരക്ക് ഈടാക്കരുതെന്ന് വിമാന കമ്പനികളോട് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകി. സിബി ചേരുന്നു. സിബി, ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, ഈ ഒരു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകളും യോഗങ്ങളും നരേന്ദ്രമോദി സൗദിയിൽ നിന്നും ദില്ലിയിലേക്ക് മടങ്ങിയെത്തിയത് ഇന്ന് വൈകിട്ടായിരുന്നു മടങ്ങിയെത്തേണ്ടിരുന്നത്. പിന്നീട് ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്ര വെട്ടിച്ചുരുക്കി ഇന്ന് രാവിലെ 7 മണിയോടെ എത്തുകയായിരുന്നു. പാലം വ്യോമസേന വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി അവിടെ വെച്ച് തന്നെ നിർണായകമായ യോഗം ചേർന്നു. അതിൽ പ്രധാനമായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരടക്കമുള്ളവരുമായി അടിയന്തരമായ യോഗം ചേരുകയും ചെയ്തു. പിന്നീട് ഈ കമാൻഡർ ചീഫുമായി രാജ്നാഥ് സിംഗ് യോഗം ചേർന്നു. അങ്ങനെ നിരവധി യോഗങ്ങൾ നിർണായകമായി ദില്ലിയിൽ ചേരുകയാണ്. ദില്ലിയിലും മുംബൈയിലും യു പിയിലും അടക്കമെല്ലാം നിലയും കനത്ത ജാഗ്രതാ നിർദ്ദേശവും സുരക്ഷയും എല്ലാം നിലയും ഒരുക്കിയിട്ടുണ്ട്. ഇനി ഏത് രീതിയിൽ നിർണായകമായ നീക്കങ്ങൾ നടത്തണമെന്നുള്ള കാര്യത്തിലെല്ലാം നിലയും പ്രത്യേകമായ മന്ത്രിസഭാ യോഗം അടക്കമെല്ലാം നിലയും ചേരുവാനുള്ള സാധ്യതയുമുണ്ട്. നമുക്കറിയാൻ കഴിയുന്നത് ഉച്ചയ്ക്ക് മുൻപായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഇത്തരത്തിൽ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുമെന്നുള്ളതാണ്. എന്തായാലും രാജ്നാഥ് സിംഗ് അടക്കമെല്ലാം തന്നെയും ദില്ലിയിലുണ്ട്. ഇതിപ്പോൾ ഈ സമയത്ത് അമിത്ഷാ കശ്മീരിലാണുള്ളത്. അമിത്ഷാ ഇപ്പോൾ ഭീകരാക്രമണം നടന്ന ആ ഒരു പഹൽഗാമിലെ ബൈസാറിനാണ് അമിത്ഷാ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. രാവിലെ ശ്രീനഗറിലെ പോലീസ് ആസ്ഥാനത്ത് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേർക്കും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം വിമാനമാർഗം ഇത്തരത്തിൽ ഈ പഹൽഗാമിലെത്തിയത്. ഇപ്പോൾ പഹൽഗാമിലെ ആ ഒരു ഭീകരാക്രമണം ഉണ്ടായ സ്ഥലത്ത് അമിത്ഷാ സന്ദർശനം നടത്തുകയാണ്. അതിനുശേഷം പിന്നീട് ദില്ലിയിലേക്ക് മടങ്ങുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പിന്നീട് നിർണായകമായ പ്രത്യേകമായ മന്ത്രിസഭാ യോഗം ഏറ്റവും അടുത്തായി ഈ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നരേന്ദ്രമോദിയും അടങ്ങുന്ന ഒരു മന്ത്രിസഭാ യോഗം എല്ലാത്തിനെയും ചേരുമെന്നും നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പിന്നീടായിരിക്കും ഒരു തുടർ നീക്കം എങ്ങനെയാകും എന്നെല്ലാം തന്നെയും തീരുമാനിക്കുക. എന്തായാലും അതിർത്തികളെല്ലാം തന്നെയും വളരെ വലിയ കർശനമായ നിയന്ത്രണത്തിലാണ്. പലയിടത്തും പ്രത്യേകിച്ച് ബാരാമുള്ളയിലും അടക്കമെല്ലാം തന്നെയും അനന്ത്നാഗ്, ബാരാമുള്ള അടക്കമുള്ള പലയിടങ്ങളിലും ഇപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു. 2 ഭീകരരെ വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ 2 ഭീകരരുടെ ദൃശ്യങ്ങളടക്കമെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പാക് അതിർത്തി പ്രദേശങ്ങളിൽ പാക് പൗരന്മാർക്കും ഇപ്പോൾ അവിടെ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവിടെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം 2016 ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ കശ്മീർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഇതിന് നേതൃത്വം നൽകുന്നു.